Hello everyone, so welcome back to the YouTube channel. I am Samina and I am Aksha. സോ നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ഹീൽ യുവർ ട്രോമാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രോമ ഹീൽ ചെയ്യുന്നതിനെ പറ്റിയും എന്താണ് ട്രോമാസ് എന്നും ലൈക്ക് എത്രത്തോളം ട്രോമ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രോമാസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു സിംഗിൾ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. അതായത് ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസ്, അല്ലെങ്കിൽ ഒരു ബാഡ് പാരൻറ്റിങ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഒരു ഡെത്ത് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇറ്റ് ഓൾ ക്യാൻ ലീഡ് ടു ട്രോമാസ്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും ട്രോമ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓരോ തരത്തിലാണ്. ആൻഡ് ട്രോമാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചിലർ 2 months ആയിരിക്കും, ചിലർ 1 year ആയിരിക്കും, ചിലർ 5 years ആയിരിക്കും, ചിലർക്ക് ജീവിതകാലം മുഴുവൻ അതൊന്നും ഹീലാവാൻ പറ്റില്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഒരേ ഡെത്ത്, ഇഷ്ടമുള്ള ആൾക്കാരുടെ ഡെത്ത് സംഭവിക്കുമ്പോൾ ഓരോ ആൾക്കാരും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. സോ അതാണ് ബേസിക്കലി ട്രോമ. അപ്പം ട്രോമ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ എന്താണെന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ട്രോമ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ട്രോമ ഹീൽ ചെയ്യാനുള്ള പ്രോസസ്. ദാറ്റ്സ് ദ പ്രൈമറി സ്റ്റെപ്പ്. ബെഡിൽ നിന്ന് 1 മാസം 2 മാസമൊക്കെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയും ആ ട്രോമ നമുക്ക് എഫക്റ്റ് ആയ ചില ട്രോമസ് അങ്ങനെ ഉണ്ടാവും. ചില ട്രോമസ് നമുക്ക് ലൈഫിലോ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയ ഒരു ട്രോമ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും അതെനിക്ക് ലൈഫിൽ എനിക്ക് ഹീലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരാളുണ്ടായിരുന്നു, അതെൻ്റെ ഗ്രാൻഡ്മ. ഞാൻ 10th class പഠിക്കുമ്പോഴാണ് ഡെത്ത് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മുന്നിൽ എല്ലാ കാര്യം നടക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് വരുന്നു, 3ാമത്തെ ദിവസം മരിക്കുന്നു, അതെല്ലാം എൻ്റെ മുന്നിൽ കാണുന്നു. ഞാൻ അന്ന് 10th class പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്, ബട്ട് സ്റ്റിൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആ ട്രോമ എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ ഡെത്ത് എൻ്റെ മുന്നിൽ പെട്ടെന്ന് ഷോക്കായിരുന്നു. കാരണം ഞാനും ഗ്രാൻഡ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചാൽ ഭയങ്കര സോ ഗുഡ്. അത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ലൈഫിൽ ഇല്ലാണ്ടായി. സോ ആഫ്റ്റർ ഡെത്ത് എല്ലാവരും വിചാരിച്ചു ഐ ആം ഓക്കെ, ബട്ട് എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കും, ആരെങ്കിലും വന്ന് സംസാരിച്ച്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ആരോട് മാത്രമേ ഞാൻ എന്തെങ്കിലും സംസാരിക്കുള്ളൂ. ബിക്കോസ് ഞാൻ അത്രയും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ എൻ്റെ പാരൻസിനോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ടും സംസാരിക്കാൻ പറ്റുന്നില്ല. ചില ട്രോമാസ് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ആവും. പക്ഷെ അത് ഒരാളുടെ ഡെത്ത് ആയിക്കോട്ടെ, എക്സാമ്പിൾ ഒരാൾ മരിച്ചു വെച്ചാൽ അയാൾ മരിച്ചു കഴിഞ്ഞു, നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഓർത്തിരുന്നാൽ അത് അവിടെ തന്നെ ഓർത്തിരിക്കും. ഇഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ഇയാൾ പോയി, സോ എനിക്കിതിന് ലൈഫുണ്ട്, നമ്മളത് ഓണായി പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രോമ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ലൈഫിൽ എഫക്റ്റ് ആവാണ്ട് നമ്മൾ ഹീൽ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കും ലൈഫ്. അല്ലാണ്ട് അയാൾ മരിച്ചു പറഞ്ഞിട്ട് നമ്മൾ ജീവിതകാലം അയ്യോ മരിച്ചു പറഞ്ഞിരുന്നാൽ ഒരിക്കലും ട്രോമ ഹീലാവില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അയാൾ മരിച്ചോ, ആ ചാപ്റ്റർ ക്ലോസ് ആയി, അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ആ ട്രോമ ഹീലായി. അതെ, ആൻഡ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്ത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നമ്മുടെ പാസ്റ്റിലുള്ള നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇത് നമ്മുടെ മെമ്മറി ഇറേസ് ചെയ്ത് കളയണമെന്നോ ഇതൊക്കെ ഫോർഗെറ്റ് ചെയ്യണോ ഒന്നുമല്ല. നമുക്ക് പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു, ഇനി അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ഹാവ് പീസ് വിത്ത് ഇറ്റ് ആൻഡ് മൂവ് ഓൺ വിത്ത് അവർ ലൈഫ്. കാരണം ലൈക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മുടെ ലൈഫ് മുഴുവൻ അതും പറഞ്ഞ് വേസ്റ്റ് ചെയ്ത് കളയണമെന്ന് വി കൻ നോട്ട് ഡു ദാറ്റ്. ബട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ അവർ സെൽഫ്. ലൈക്ക് ഇനി നമുക്ക് ലൈഫിൽ എന്തൊക്കെ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ്, വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും അഷെയിംഡ് ആവേണ്ട ഒരു കാര്യമല്ല. അത് എന്ത് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ എക്സ്പീരിയൻസ് ഇറ്റ് ഹാസ് ടു ബി, ലൈക്ക് ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും അഷെയിംഡ് ആവേണ്ട ഒരു കാര്യമല്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ നോട്ട് അബൌട്ട് ഫോർഗെറ്റിംഗ് വാട്ട് ഹാപ്പൻ. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് പീസ് വിത്ത് ഇറ്റ്, ഹാവിങ് സോ മച്ച് ആക്സെപ്റ്റൻസ് വിത്ത് ഇറ്റ്. അപ്പോൾ ട്രോമ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തന്നെ റീപാരന്റ് ചെയ്യാൻ നോക്കുക. അതായത് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്ത ഒരു ലവ്, കെയർ ആൻഡ് സപ്പോർട്ടൊക്കെ നമുക്ക് തന്നെ കൊടുക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്, നോ വൺ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. അപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇമോഷണൽ റെഗുലേഷൻ. അതായത് നമുക്ക് സംടൈംസ് ഭയങ്കരമായിട്ട് കരയണമെന്നുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നു. നമുക്കിതൊക്കെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇഫ് നമുക്ക് നന്നായിട്ട് കരയണം വെച്ച് ഒട്ടിക്കരയാം, എത്രത്തോളം കരയാൻ പറ്റുന്ന അത്രത്തോളം കരയാം. പിന്നെ നമുക്ക് അതിനെ കുറച്ച് ഓർത്ത് കരയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം നിങ്ങൾക്കിപ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ അത്രയും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട, അത് പുറത്ത് കാണിക്കും. നമ്മുടെ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും, നമുക്കാണ് എഫക്റ്റ് ആവുക.
നമുക്കൊരിക്കലും ഇത് കാരണം നമുക്ക് എഫക്റ്റ് ആവാൻ പാടില്ല. ജസ്റ്റ് എക്സ്പ്രസ് എവരിതിങ് ഔട്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിക്കാരാണ് ബൗണ്ടറീസ് ഇട്ട്. ഇപ്പം നമുക്ക് ഒരാൾ ട്രോമ വന്നു വെച്ചാൽ അയാൾ നമുക്ക് എഫക്റ്റ് ആയി, പിന്നെ നമ്മൾ കാണുന്നതോടെ നമുക്ക് അയാളുടെ അടുത്തൊരു ട്രോമ നമുക്ക് എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അയാളിൽ നിന്ന് ട്രോമ വരാതിരിക്കാൻ വേണ്ടി ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ആൾക്കാരോടും ഒരു ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് എല്ലാവരുമായിട്ടും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ പാടുള്ളൂ. കാരണം യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമുക്കറിയില്ല ആൾക്കാർ എങ്ങനെയാണ്, ഇന്നലെ ഉറങ്ങുന്നത് പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം അവർ എഴുന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡോണ്ട് ട്രസ്റ്റ് എനിബഡി. അപ്പം നിങ്ങൾ ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് set boundaries. That is very important after the healing journey. That is very important. സോ ഗൈസ്, നമ്മുടെ ലൈഫിൽ നമുക്ക് പല തരത്തിലുള്ള ട്രോമാസ് ഉണ്ടായിരിക്കും. ചെറിയ ട്രോമാസ് ഉണ്ടായിരിക്കും, വലിയ ട്രോമാസ് ഉണ്ടായിരിക്കും. ചിലത് പെട്ടെന്ന് നമുക്ക് ഗെറ്റ് ഓവർ ആവാൻ പറ്റുന്നതായിരിക്കും, ചിലത് നമുക്ക് ഇറ്റ് ഈസ് വെരി ഹാർഡ്. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ് ലൈക്ക് ടൈം ഹീൽസ് എവറിത്തിങ്. അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ബിലീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉണ്ടായ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഓർത്ത് ലൈഫ് മുഴുവൻ വി കൻ നോട്ട് വേസ്റ്റ് അവർ ഹോൾ ലൈഫ് തിങ്കിങ് അബൌട്ട് ഇറ്റ്, കോളിങ് ഇറ്റ് ആസ് ട്രോമാസ്. അതുകൊണ്ട് ട്രൈ ടു ലേൺ വിത്ത് ഇറ്റ്. ദാറ്റ്സ് ഹൗ യു ക്യാൻ ഹീൽ. യു ജസ്റ്റ് ലേൺ ടു ലീവ് വിത്ത് ദ പെയിൻ. ഇഫ് ഇറ്റ്സ് ഒരാളുടെ ലോസ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ അടുത്തുനിന്ന് പോയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോഴായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഹൗ ടു ഹീൽ യുവർ ട്രോമാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ. നമ്മുടേതായിട്ടുള്ള മാത്രം പോയിന്റ് ഓഫ് വ്യൂവും കാര്യങ്ങളുമാണ്. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോസ് നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ, താങ്ക് യു.